സുഹൃത്തുക്കളെ, ഞാൻ വസിഷ്ഠ മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്ര വിഭാഗം അധ്യാപകനായിരുന്നു. ചരിത്ര ഗവേഷണവും ചരിത്രരചനയുടെ രീതിശാസ്ത്രവും വളരെയധികം വികസിച്ചൊരു കാലഘട്ടത്തിലാണ് വളരെ കാലിക പ്രസക്തിയുള്ള വിഷയം കുഴിച്ചെടുക്കുന്ന ചരിത്രം, കുഴിച്ചു മൂടുന്ന ചരിത്രം നാം ചർച്ച ചെയ്യുന്നത്. വർത്തമാനകാല ഇന്ത്യയിൽ ചരിത്രം വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവ് സംഘാടകർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ ചരിത്രത്തിലെ ഒരു നിർണായക വർഷമായിരുന്നു 1924. 1924 ഇന്ത്യൻ ചരിത്ര പഠനത്തെ തലകീഴെ മറിച്ച ഹാരപ്പൻ നാഗരികതയുടെ വിവരങ്ങൾ ലോകത്തിന് ലഭിക്കുന്നത്. 1924 സെപ്റ്റംബർ 20 അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായ സർ ജോൺ മാർഷൽ ഹാരപ്പൻ നാഗരികതയെ കുറിച്ച് എഴുതിയ പ്രബന്ധം ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അങ്ങനെ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ 1924 2024 ഇടയിൽ ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണം വളരെയധികം വികാസം പ്രാപിച്ചു. തുടർന്നു നടന്ന ഖനനങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ വിസ്തൃതി വളരെ വലുതാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിരവധി എക്സ്കവേഷൻസ് ഇന്ത്യയിൽ പിൽക്കാലത്ത് നടന്നു. അതിൽ പലതിലും ശ്രീ KK മുഹമ്മദ് ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കീഴടിയിലെ എക്സ്കവേഷൻ, കേരളത്തിൽ പട്ടണത്ത് നടന്ന എക്സ്കവേഷൻ, ഇവയൊക്കെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. അപ്പോൾ ഇവിടെ കുഴിച്ചെടുക്കുന്ന ചരിത്രം ഏതെങ്കിലും ഒരു പുരാവസ്തു ഗവേഷകന് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കുഴിച്ചാൽ കിട്ടുന്ന പാകത്തിൽ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഒരു വസ്തുവല്ല ചരിത്രം. ഒരു പുരാവസ്തു ഗവേഷകൻ ഒരു നിശ്ചിത സ്ഥലത്ത് ചരിത്ര നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നിരവധി പഠനങ്ങൾക്കും ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചുമാണ്. അങ്ങനെ ഒരു നിശ്ചിത സ്ഥലത്ത് ചരിത്ര നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പുരാവസ്തു ഗവേഷകൻ തൻ്റെ ഖനനം ആരംഭിക്കുന്നത്. ഈ എക്സ്കവേഷനിലൂടെ കിട്ടുന്ന ഭൗതിക വസ്തുക്കൾ, പൗരാണിക കാലത്തെ മനുഷ്യൻ്റെ മെറ്റീരിയൽ ഓബ്ജക്ട്സ്, അവ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ പുരാവസ്തു ഗവേഷകനോടോ ചരിത്രകാരനോടോ ഒന്നും പറയുന്നില്ല. ചരിത്രകാരൻ ആ ഭൗതിക അവശിഷ്ടങ്ങളെ മറ്റു തെളിവുകളുമായി സാമ്യം ചെയ്തുകൊണ്ട് താരതമ്യം പഠനം നടത്തിക്കൊണ്ടാണ് തൻ്റെ വിശകലനങ്ങൾ രൂപപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ പുരാവസ്തു ഗവേഷണം ഏറെ സമയദൈർഘ്യം എടുക്കുന്നതും ആളുകളുടെ അധ്വാനം ആവശ്യമുള്ളതും പണച്ചിലവുള്ളതുമാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും ഭരണകൂടം അതിൻ്റെ ഏജൻസികൾ വഴി ഈ കുഴിച്ചെടുക്കുന്ന പ്രക്രിയയിൽ, അഥവാ എക്സ്കവേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞൊരു 100 വർഷത്തിനിടയിൽ പുരാവസ്തു ഗവേഷണം മാത്രമല്ല ഇന്ത്യയിൽ വികാസം പ്രാപിച്ചത്. ഇന്ത്യയിൽ ചരിത്ര ഗവേഷണ രീതിയും ചരിത്രരചനയുടെ രീതിശാസ്ത്രവും തന്നെ വളരെയധികം വളർച്ച പ്രാപിച്ചു. ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി, ഇന്ത്യൻ ചരിത്രരചന ഒരു പക്വതയാർന്ന തലത്തിൽ എത്തുകയും ചെയ്തു. ഇനി കുഴിച്ചു മൂടുന്ന ചരിത്രം. ചരിത്രം എല്ലാ കാലത്തും അധികാര കേന്ദ്രങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളവർ ചരിത്രത്തെ എപ്പോഴും തങ്ങളുടെ വരുതിയിൽ പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ചരിത്രം കുഴിച്ചു മൂടുന്നതിൻ്റെയും ദുരുപയോഗം ചെയ്യുന്നതിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് വെട്ടിനിരത്തുന്നതിൻ്റെയും ധാരാളം വാർത്തകൾ നമ്മൾ സമകാലീന ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. കുഴിച്ചെടുക്കുന്ന ചരിത്രത്തിലും കുഴിച്ചു മൂടുന്ന ചരിത്രത്തിലും ആർക്കാണ് പങ്ക്?
ചരിത്രത്തിൻ്റെ ദുരുപയോഗം, ചരിത്രത്തിൻ്റെ വളച്ചൊടിക്കലുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ നമ്മുടെ രണ്ട് പാനലിസ്റ്റുകൾ, ഒരു പാനലിസ്റ്റ് പുരാവസ്തു ഗവേഷകനാണ്, രണ്ടാമത്തെ പാനലിസ്റ്റ് ചരിത്രകാരനാണ്. അവർ ചരിത്രത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കാനായി ഇന്ത്യയിലെ പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ശ്രീ കെ മുഹമ്മദിനെ ക്ഷണിക്കുന്നു. സർ, ഈ ചരിത്രം കുഴിച്ചുമൂടുന്നു, ചരിത്രം കുഴിച്ചെടുക്കുന്നു. ആരാണ് ഈ ഭരണകൂടത്തിന് ഇതിലെന്താണ് പങ്ക്? ചരിത്രം കുഴിച്ചെടുക്കുന്നതിലും കുഴിച്ചു മൂടുന്നതിലും ഭരണകൂടത്തിനാണോ പങ്ക്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആണോ? താങ്ക് യു വെരി മച്ച് വസിഷ്ഠ സാബ് ആൻഡ് ഹരിദാസ് ജി. ശരിക്കും ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു നല്ല ആമുഖമാണ് പ്രൊഫസർ വസിഷ്ഠ് തന്നത്. കുഴിച്ച് എടുക്കുന്ന ചരിത്രവും കുഴിച്ചു മൂടുന്ന ചരിത്രവും. അദ്ദേഹം പറഞ്ഞതുപോലെ 1924 ഒരു വളരെ മർമ്മപ്രധാനമായ എക്സ്കവേഷൻ നടന്ന സ്ഥലമാണ്. അതായത് അതുവരെ 1924 വരെ നമ്മൾ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ മുഴുവനും മനസ്സിലാക്കിയത് ഇന്ത്യ ചരിത്രം 6th century BC വരെ മാത്രമേ പോകുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു വേദി കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ദ്രാവക രൂപത്തിലാണ്. അതെന്താണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ല എന്നായിരുന്നു അതുവരെ മനസ്സിലാക്കിയത്. പക്ഷെ 1924 അതിൻ്റെ മുമ്പായും ഹരപ്പ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അവിടുന്ന് ഒരു സീൽ കെട്ടുകയുണ്ടായി. ഒരു ചെറിയൊരു സീൽ, നമ്മളൊക്കെ സോഷ്യൽ സ്റ്റഡീസിലും അതേപോലെ തന്നെ ഹിസ്റ്ററി ബുക്സിലും കാണുന്ന പോലെ ഒരു സീൽ. അത് ഹരപ്പൻ സീൽ എന്ന് പറയുന്ന യൂണിക്കോൺ സീലായിരുന്നു. അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം 1920-21 മോഹൻജദാരോ എന്നൊരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെയും അത് 500 കിലോമീറ്റർ ദൂരമായിരുന്നു രണ്ട് സ്ഥലങ്ങളും തമ്മിലുണ്ടായിരുന്നത്. ഇത് കണ്ടുപിടിച്ചപ്പോൾ അവിടുന്ന് ഒരു സീല് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ടൊരു ബ്രെയിൻ വേവ് ഉണ്ടായി. ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ 500 കിലോമീറ്റർ ദൂരമുണ്ട് രണ്ട് തമ്മിൽ, ഹരപ്പ മോഹൻജദാരോ. ഒന്നാണോ? അതേപോലെ തന്നെ കുഴിച്ച് എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ സീലിന് പുറമെ ടൗൺ പ്ലാനിങ് രണ്ടിൻ്റെതും ഒരേപോലെയായിരുന്നു. പിന്നെ വെയിറ്റ് അത് ഒരേപോലെയായിരുന്നു. കാർണീലിയൻ സ്റ്റോൺസ് അതും ഒന്നേപോലെ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരു സംസ്കാരമാണോ എന്ന് തോന്നി. പക്ഷെ അതിൻ്റെ ഡേറ്റ് എത്ര വർഷം പഴക്കമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്കൊരു അറിവുമില്ലായിരുന്നു. അന്ന് ജോൺ മാർഷൽ ഒരു ഇലസ്ട്രേറ്റഡ് ലണ്ടൻ എന്ന് പറഞ്ഞ ആ ജേണലിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. എനിക്ക് തോന്നുന്നു ഇതൊരു പ്രാക്തന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി. ഉടനെ തന്നെ അന്ന് മെസപ്പൊട്ടോമിയയിൽ എക്സ്കവേറ്റ് ചെയ്യുന്ന ഭാഗത്തു നിന്ന് അവിടെ നിന്നൊരു റിപ്ലൈ വന്നു, നിങ്ങൾ അതേപോലുള്ളൊരു സീല് ഞങ്ങൾക്ക് ഇവിടെ സൂസ എന്ന് പറയുന്ന സ്ഥലത്തും ലഗാഷ് എന്ന് പറയുന്ന സ്ഥലത്തും കിട്ടിയിട്ടുണ്ട് മെസപ്പൊട്ടോമിയയിൽ നിന്ന്. ആദ്യം ആളുകൾക്ക് അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ മറ്റൊരു റിപ്ലൈ വന്നു, അത് സേസിൻ്റെ അഭിപ്രായമായിരുന്നു. അതിനുശേഷം മറ്റൊരു റിപ്ലൈ കിട്ടുകയുണ്ടായി. ഇത് കിട്ടിയത് ഏതാണ്ട് 2300 BC ലെവലിൽ നിന്നാണ്. അതൊരു വലിയ വിപ്ലവമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ. കാരണം അതുവരെ നാം മനസ്സിലാക്കിയിരുന്നത് 6th century BC, അതായത് ബുദ്ധൻ്റെ കാലഘട്ടത്തിന് മുമ്പ് നമുക്കൊരു ശരിയായ ടൈം സ്കെയിൽ ഇല്ലായിരുന്നു എന്നായിരുന്നു അതേവരെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇതോടുകൂടി മനസ്സിലായി, അല്ല, ഒന്ന് നമുക്ക് 2300 ഹിസ്റ്ററി ക്യാൻ ബി പുഷ് ബാക്ക് ടു 2300 BC എന്നുള്ള ഒരു വലിയ കണ്ടുപിടുത്തം നമുക്ക് കണ്ടുപിടുത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി, that we had trade relations with those countries. Our ships were going there and their ships were coming to this place also. So we had trade relation also. ഇത് ഒരു വലിയ ചരിത്രത്തിൽ വന്ന ഒരു വലിയ മാറ്റമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ബാക്കിയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് അതുവരെ ബുദ്ധൻ ഇന്ത്യക്കാരനാണെന്ന് നമുക്കറിയില്ലായിരുന്നു.
ബുദ്ധൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം എത്യോപ്യക്കാരനാണ്, കാരണം പല സ്കൾപ്ചേഴ്സിലും അദ്ദേഹത്തിൻ്റെ ആ കേളി ഹെയർ ആയിരുന്നുണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം എത്യോപ്യക്കാരനായിരിക്കണം, മറ്റൊന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം ഈജിപ്ഷ്യക്കാരനായിരിക്കണം. അശോകൻ ഇന്ത്യക്കാരനാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അശോകൻ ശ്രീലങ്കക്കാരനാണ് എന്നായിരുന്നു മനസ്സിലാക്കിയത്. ഇത് മുഴുവനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള എക്സ്കവേഷൻസ് നടത്തി അതിൽ നിന്നാണ്. നളന്തയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അത് 1861 ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അപ്പം അന്നൊക്കെ ചരിത്രം പലപ്പോഴും വ്യാഖ്യാനിച്ചിരുന്നത് അത് ഏത് രൂപത്തിൽ കിട്ടുന്നുണ്ടോ ആ രൂപത്തിലായിരുന്നു. പിന്നീട് കാലക്രമേണ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നപ്പോഴും അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കനുസരിച്ചിട്ട് ചിത്രം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നല്ലതുമുണ്ട്, തെറ്റുമുണ്ട്. അപ്പം നല്ലതിനെ അംഗീകരിക്കാൻ നാം തയ്യാറാകണം, തെറ്റിനെ തിരുത്താനും തയ്യാറാകണം. അപ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണോ നാം ചരിത്രത്തോട് ചോദിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ചരിത്രം മറുപടി നൽകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട്. നമ്മുടെ രണ്ടാമത്തെ പാനലിസ്റ്റ് ഡോക്ടർ വി വി ഹരിദാസ്, കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറാണ്. കേരള ചരിത്രത്തിന് മുതൽക്കൂട്ടായ നിരവധി ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും ഡോക്ടർ വി വി ഹരിദാസിൻ്റേതായിട്ടുണ്ട്. സാമൂതിരി ചരിത്രത്തെക്കുറിച്ചും മധ്യകാല കേരളവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പാഠ്യ മേഖല. സാറ്, ഞാനൊരു സംശയം ചോദിക്കുന്നത്, ഈ സാറ് പറഞ്ഞു പലപ്പോഴും ഈ പുരാവസ്തു ഗവേഷണങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളുണ്ട്. അത് ചരിത്ര ഗവേഷണത്തെ, പ്രത്യേകിച്ച് പുരാവസ്തു ഗവേഷണത്തെ ഏത് രീതിയിലാണ് അത് ബാധിക്കുന്നത്? ബഹുമാനപ്പെട്ട മോഡറേറ്റർ ഡോക്ടർ MC വസിഷ്ഠ്, സഹ പാനലിസ്റ്റ് ശ്രീ KK മുഹമ്മദ് സാർ, ഈ വിഷയം കുഴിച്ചു മൂടുന്ന ചരിത്രം, അതുപോലെ കുഴിച്ചെടുക്കുന്ന ചരിത്രത്തെക്കുറിച്ച് ആർക്കിയോളജിയിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ശ്രീ KK മുഹമ്മദ് സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനോടെല്ലാം ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ ഗവേഷണ രംഗത്ത്, ഇന്ത്യൻ ചരിത്ര ഗവേഷണത്തിലൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. ഈ ഗവേഷണം പിൽക്കാലത്തും തുടരുന്നുണ്ട്. ഇപ്പോഴും ഈ ഗവേഷണങ്ങൾ തുടരുന്നുണ്ട്. മോഡറേറ്റർ ചോദിച്ചതുപോലെ പുരാതത്വ ശാസ്ത്രം വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. എല്ലാ രാജ്യങ്ങളിലും, ഒട്ടുമിക്ക രാജ്യങ്ങളിലും അത്ര ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ത്യയിലും അത് നിയന്ത്രിതമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ ഉത്ഖനനങ്ങളൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായും അധികാരങ്ങൾ, കേന്ദ്രങ്ങളുടെ ഇടപെടൽ അറിഞ്ഞോ അറിയാതെയോ അതിനകത്തേക്ക് വന്നു ചേരുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതൊരു ദീർഘകാല ചരിത്രം അതിനൊക്കെ ഉണ്ടാവും. പക്ഷേ അത് പലപ്പോഴും ചില ഘട്ടങ്ങളിൽ കൂടുതൽ എതിർക്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു, ചില ഘട്ടങ്ങളിൽ അത്രമാത്രം പ്രകടമല്ല എന്ന ഒരു വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ കാര്യം വ്യക്തമാവും. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ പലപ്പോഴും ആവശ്യമായ ചില ഇടങ്ങൾ കണ്ടെത്തി അവിടെ ഉത്ഖനനം നടത്തുക എന്നുള്ളതാണ്, എക്സ്കവേഷൻ നടത്തുക എന്നുള്ളതാണ് സാധാരണ അനുവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പട്ടണത്തെ എക്സ്കവേഷൻ വളരെ പരിമിതമായ തോതിലാണ് ആരംഭിച്ചത്. 2003 തന്നെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2007 തൊട്ട് അവിടെ റെഗുലറായ എക്സ്കവേഷൻ നടക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോട് കൂടിയിട്ട് KCHRൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 10 സീസണുകളിലായിട്ട് ധാരാളം തെളിവ് സാമഗ്രികൾ അതിലൂടെ നമുക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു. അത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം നമുക്കറിയാം. കേരളത്തിന് ഇൻഡോ മെഡിറ്ററേനിയൻ റീജിയനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുണ്ടായിരുന്നു.
ഇൻഡോ റോമൻ ട്രേഡ് എന്ന് പറയുന്നത് വളരെ വിപുലമാണ് എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാൽ പോലും കേരളത്തിൽ നിന്ന് ഒരു അത്തരത്തിലുള്ള ഒരു പുരാവസ്തു കേന്ദ്രം വെളിയിലോട്ട് വരാൻ ഒരുപാട് കാലങ്ങൾ പിന്നെയും കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഈ അറിവുണ്ട്, പക്ഷെ എന്നാൽ പോലും അത്തരം ഒരു തെളിവ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഇവിടെ ഡോക്ടർ MC വസിഷ്ഠ സൂചിപ്പിച്ച കീഴടി തന്നെ നല്ലൊരു ഉദാഹരണമാണ്. 2015 ആണ് അവിടെ കീഴടിയിൽ, നമ്മുടെ മധുരയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് കീഴടി എന്ന് പറയുന്നത്. വൈഗായ് നദിക്കരയിലാണ് ഈ കീഴടി ഉള്ളത്. അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അവിടെ ഈ എക്സ്കവേഷൻ ആരംഭിക്കുന്നത്. അമർനാഥ് രാമകൃഷ്ണയാണ് അവിടെ 2015-ലും 2016-ലും എക്സ്കവേഷൻ്റെ സൂപ്രണ്ടൻറ്റ് ആർക്കിയോളജിസ്റ്റായിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല രീതിയിൽ ആദ്യ 2 സീസണുകളിൽ ആ എക്സ്കവേഷൻ നടന്നു. അത് 3-ാമത്തെ സീസണായപ്പോഴാണ് അദ്ദേഹത്തെ ഗുവാഹത്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുവരെയും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറുന്നു ഈ 3-ാമത്തെ എക്സ്കവേഷൻ. കാര്യമായ ഫൈൻഡിങ്സ് ഒന്നും ഈ 3-ാമത്തെ എക്സ്കവേഷനിൽ കിട്ടുന്നില്ല. അത് വിവാദമാവുന്നുണ്ട്. ആ കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ അത് വിവാദമാവുന്നു, ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിലും ഇത് വിവാദമാവുന്നുണ്ട്. ഇദ്ദേഹത്തെ മാറ്റിയതിൽ എന്തോ ഒരു കുൽസിതമായ ശ്രമമുണ്ട് എന്ന് പറയുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലുള്ള ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ട്രാൻസ്ഫറുകൾ അങ്ങനെ സംഭവിക്കും. ഇത് ഒരുപക്ഷെ സ്വാഭാവികമായി നടക്കുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ പിന്നീട് ആരോപിക്കുന്നതാവാം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണ് ഈ ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. 3 വർഷം കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഈ കീഴടി ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് നമ്മുടെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തെ ഇതേപോലെ നമ്മൾ നേരത്തെ ഹാരപ്പയുടെ കാര്യം പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു കണ്ടെത്തലായിട്ട് കീഴടി മാറുന്നുണ്ട്. 3 സീസണിന് ശേഷം പിന്നീട് അത് തമിഴ്നാട് സർക്കാരിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് 7 സീസണായിട്ട് ഇപ്പോൾ അത് തുടർച്ചയായി എക്സ്കവേഷൻ ചെയ്യുകയും ഏതാണ്ട് 10 എക്സ്കവേഷനുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ധാരാളം ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇന്ത്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള കുറേയധികം ആർട്ടിഫാക്ട്സുകളും എവിഡൻസസുമാണ്, തെളിവുകളാണ് പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ തെളിവുകൾ നമുക്ക് 6-ാം നൂറ്റാണ്ട് BC മുന്നേ ഇവിടെ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു എന്ന രീതിയിലേക്കുള്ള തെളിവുകളടക്കം നമുക്കിപ്പോൾ കീഴടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ഗവേഷണങ്ങൾ വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ, അധികാരത്തിൻ്റെയൊക്കെ ഇടപെടലുകൾ, അത് ഏത് തരത്തിലുള്ള ഇടപെടലായാലും സംഭവിക്കുമ്പോൾ ആളുകൾ സ്വതന്ത്ര ഗവേഷണം വേണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രമായാലും പുരാവസ്തുശാസ്ത്രമായാലും ആ ഗവേഷണം സ്വതന്ത്രമായി തന്നെ നടക്കണം. ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തിങ്കിങ് ആണ് ചരിത്രത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ. നമ്മൾ നിലനിൽക്കുന്ന ധാരണകളെ പലപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടാണ് പുതിയ അറിവുകൾ ഉണ്ടാക്കുന്നത്. അത് നേരത്തെയുള്ള ആളുകളോടുള്ള അനാദരവല്ല. അത് പുതിയ കാലത്തിൻ്റെ പുതിയ തത്വശാസ്ത്രങ്ങൾ, സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് പുതിയതായി കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവാണ് ചരിത്രകാരന്മാരെ പുതിയ പഠനങ്ങളിലേക്ക് നയിക്കുന്നത്. അതിനാണ് ഇത്തരത്തിലുള്ള പുതിയ പഠനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിൽ വരുന്ന ഇത്തരം പുതിയ പഠനങ്ങളുടെ ഒരു ആകെത്തുകയായിട്ട് വേണം ഇതിനെയൊക്കെ കാണാൻ. ഇനി കുഴിച്ച് മൂടുന്നതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1-2 ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗവേഷണം എന്ത് ചെയ്യണം എന്നുള്ളത് സ്വതന്ത്രമായും അത് ഗവേഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്, ചരിത്രകാരന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. അത് അവർ സ്വാഭാവികമായും വ്യത്യസ്തമായ സൈദ്ധാന്തിക ധാരകളിലുള്ളവർ ഉണ്ടാവും, പലതരം ഹിസ്റ്റോറിക്കൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതനുസരിച്ച് അവർ ചെയ്യുന്നത്. അത് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷന് വിടുകയാണ് സാധാരണ നല്ലത്. ഇങ്ങനെ അല്ലാതെ എല്ലാ കാലത്തും ഇതിൽ ഒക്കെ ഇടപെടലുകൾ, പല സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ ഇടപെടലുകൾ ചരിത്ര ഗവേഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല, എത്രയോ കാലമായിട്ടുണ്ട്. 1817 മില്ല് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എഴുതിയ അന്ന് തൊട്ട് നമുക്ക് കാണാം പലതരത്തിലുള്ള ഈ ഇടപെടലുകൾ ഈ ചരിത്ര ഗവേഷണങ്ങളിലെല്ലാം എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ചില കാലങ്ങളിൽ അത് വളരെയധികം പ്രകടമാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ട ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ അത്രമാത്രം എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്നത് UGCയുടെയോ അല്ലെങ്കിൽ NCERTയുടെയോ ഒക്കെ ഇടപെടലുകളാണ്.
അങ്ങനെ ഇടപെട്ടുകൊണ്ട് ചില ചരിത്ര കാര്യങ്ങൾ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവേഷകരോ അത്ര നോക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് വിവാദമാവുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് പലപ്പോഴും നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വിവാദമാവാറുള്ളത്. അത് വിദ്യാർത്ഥികൾ എന്തു പഠിക്കണം എന്തു പഠിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു പിറകിലുള്ള ഒരു തത്വശാസ്ത്രം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വിവാദം ഉണ്ടാവുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് അധികാര കേന്ദ്രങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളായിട്ടാണ് പലപ്പോഴും വരാറുള്ളത്. അപ്പോഴാണ് നമ്മൾ ഇത് കുഴിച്ചു മൂടുകയാണ് ചരിത്രത്തെ എന്ന രീതിയിൽ പറയേണ്ടി വരുന്നത്. അതിൽ പല പല സിദ്ധാന്തങ്ങളുണ്ടാവും. നമ്മൾ കരുതുന്നത് പോലെ അത്ര ലളിതമല്ല ഈ പലപ്പോഴും കുഴിച്ചു മൂടുന്ന ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കരുതുന്ന പോലെ എളുപ്പത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഗവേഷണ മേഖലയിൽ നിന്ന് ഇത്തരം വിഷയങ്ങളെ ഒഴിവാക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. സ്വതന്ത്ര ഗവേഷകർ സ്വാഭാവികമായിട്ടും ഏത് മേഖലയാണോ ഒഴിവാക്കപ്പെടേണ്ടതായിട്ട് തോന്നുന്നത് അതിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുക. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മളെ രണ്ട് പാനലിസ്റ്റുകളും ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിസ്കവറിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഹാരപ്പൻ സംസ്കാരം ലോകത്തിൻ്റെ മുന്നിൽ എത്തിയിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ നമ്മളെ മലയാളത്തിലെ മാധ്യമങ്ങൾ, അത് ദൃശ്യ പത്രമാധ്യമങ്ങളൊന്നും തന്നെ ഈ വിഷയം കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചില ലേഖനങ്ങൾ വന്നതൊഴിച്ചാൽ മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു വലിയൊരു ചരിത്ര സംഭവത്തെ മറന്ന ഒരു മട്ടാണ്. ശ്രീ മുഹമ്മദ് സാർ, കേരളത്തിലെ ഈ പുരാവസ്തു ഗവേഷണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കേരളത്തിലെ നമുക്ക് ഒരു BC സോളമൻ്റെ കാലം മുതൽ വ്യാപാര ബന്ധങ്ങളുണ്ട് എന്നതിന് ചില സൂചനകളുണ്ട്. പക്ഷേ റോമുമായിട്ടൊക്കെ നമുക്ക് ശക്തമായ വാണിജ്യങ്ങളുണ്ട്. മധ്യകാലത്ത് അറേബ്യയുമായിട്ടും ചൈനയുമായിട്ടൊക്കെ ഈ നഗരത്തിന്, കോഴിക്കോടിന് വലിയ വാണിജ്യ ബന്ധങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കോഴിക്കോട്ടൊരു മ്യൂസിയം ഉണ്ടെങ്കിൽ പോലും കോഴിക്കോടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന, അടയാളപ്പെടുത്തുന്ന മ്യൂസിയങ്ങളുടെ ഒരു അഭാവം തോന്നുന്നുണ്ടോ സാറിന്? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ആദ്യം ഹരിദാസ് റേസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ കീഴടിയെക്കുറിച്ചുള്ള. കീഴടി അവിടെയുള്ള ഉദ്ഖനനം ഒരു വലിയ മാറ്റം ഇന്ത്യ ചരിത്രത്തിലും അതേപോലെ തന്നെ കേരള ചരിത്രത്തിലും ഉണ്ടാക്കാൻ പോകുന്നതായിരുന്നു. അത് മനസ്സിലാക്കി അങ്ങനെ വന്നാൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ ലോബി അവർക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ അവർ സ്ഥാപിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് അത് നിർത്താൻ വേണ്ടി അവർ മുന്നോട്ട് വന്നത്. ഒരു ഓഫീസർ വെറും 2 കൊല്ലം തന്നെ, 3 കൊല്ലമല്ല 2 കൊല്ലത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി. വളരെ നല്ല കണ്ടുപിടുത്തമായിരുന്നു. അത് സൗത്ത് ഇന്ത്യ ആണെങ്കിലും നോർത്ത് ഇന്ത്യ ആണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അന്ന് ഗവൺമെൻറ് തുണയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ അവരങ്ങനെ ചെയ്തില്ല. അവർ നേരെ തിരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഞങ്ങളെല്ലാ ആൾക്കാരും ഇതിനെ എതിർത്തതാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ബയാസ് ഇന്നത്തെ ഗവൺമെൻറ്റിന് ഉണ്ട് എന്ന് ഹരിദാസ് ജി പറയാതെ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങളൊക്കെ അതിനെ അംഗീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം സാറ് ചോദിച്ച ഈ വിഷയം, നമ്മുടെ കേരള ചരിത്രം, കേരളത്തിൽ നമുക്ക് വേണ്ടത്ര എക്സ്കവേഷൻസ് നടന്നിട്ടില്ല, എക്സ്പ്ലോറേഷൻസ് നടന്നിട്ടില്ല, അതിന് അലോട്ട്മെൻ്റ് ഇല്ല. മറ്റുള്ള രാജ്യം ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ, നമ്മൾ ബീഹാർ സംസ്ഥാനം അത് വളരെ റിച്ചാണ്, ഒരുപടി എമൗണ്ട് ഇതിനു വേണ്ടി അവർ ചിലവഴിക്കുന്നുണ്ട്. ഒറീസ നമ്മൾ ബാക്ക്വേർഡ് സ്റ്റേറ്റ് ആണെന്ന് പറയും, പക്ഷേ അവർ ചിലവഴിക്കുന്നത് ധാരാളം പണം ഇതിനു വേണ്ടി ഈ രംഗത്ത്, ആർക്കിയോളജിക്കൽ രംഗത്തും ഹിസ്റ്ററിയുടെ രംഗത്തും അവർ ചിലവഴിക്കുന്നുണ്ട്. മധ്യപ്രദേശ് നമ്മൾ ബീമാരി സ്റ്റേറ്റ് എന്ന് പറയും, പക്ഷെ അവിടെയും ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ പുരോഗമനം ആളുകളുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ ഈ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് മെഡീവൽ ഇന്ത്യൻ കാലഘട്ടത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. പോർച്ചുഗീസുകാർ വന്നതോടുകൂടി, വാസ്കോ ഡ ഗാമ വന്നതോടുകൂടി
സാമൂതിരി, കുഞ്ഞാലി മരക്കാർ, ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ അനർഘമായ സംഭാവനകൾ ചെയ്ത സ്ഥലമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കോഴിക്കോടിനെ പറ്റി ആലോചിക്കുമ്പോൾ സാമൂതിരിയെക്കുറിച്ച് നമുക്ക് തൊട്ട് കാണിക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ തൃശ്ശൂർ പോവുകയാണ്, അവിടെയുണ്ട്, അവിടെയുള്ള രാജകുടുംബത്തെക്കുറിച്ചുണ്ട്. കണ്ണൂരിൽ പോവുകയാണ്, അവിടെയുള്ള രാജകുടുംബത്തെക്കുറിച്ചുണ്ട്. തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ അവിടെയുണ്ട്. പക്ഷേ കോഴിക്കോട്ട് ഒന്നുമില്ല. അത് നമ്മുടെ കൂടി അനാസ്ഥയാണ്. ഒന്ന് സാമൂതിരിയെക്കുറിച്ച്, ഒന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അന്ന് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് സാമൂതിരിമാരുടെ പേര് കൊടുക്കേണ്ടതായിരുന്നു. നമ്മുടെ IT പാർക്കിന് ഇതേ പേര് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഇതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, നമുക്ക് കേരളക്കാർക്ക് ചരിത്രത്തോടുള്ള അത്ര മമതയില്ല, ബന്ധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ചെയ്യാൻ നമുക്ക് ധാരാളമുണ്ട്. ഒന്ന്, കൊടുങ്ങല്ലൂർ നടന്ന എക്സ്കവേഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ പല ടൗൺസിലും, നമ്മുടെ പല തുറമുഖങ്ങളിലും ഇതേപോലെ നമുക്ക് എക്സ്കവേഷൻ നടത്താൻ കഴിയും. കേരളത്തിൽ ആർക്കിയോളജിയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. ഇവിടെ ഇല്ലല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലില്ലല്ലോ, ഇല്ല. ഒരു ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഒരു കോഴ്സുള്ളൂ. പിന്നെ കേരളത്തിലുള്ള ചെറിയ ചെറിയ ആർക്കിയോളജിസ്റ്റുകൾ മുഴുവനും കേരളത്തിൽ നിന്നും പുറത്ത് പഠിച്ചവരാണ്. ഞാൻ അലീഗറിലും അതേപോലെ ഡൽഹിയിലും പഠിച്ചതുകൊണ്ടാണ് ഞാനൊരു ആർക്കിയോളജിസ്റ്റായിട്ട് മാറിയത്. അല്ലെങ്കിൽ മാറില്ലായിരുന്നു. അപ്പോൾ ഒന്ന്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയെങ്കിലും ഒരു കോഴ്സ് തുടങ്ങിയാൽ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ആ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂതിരിയെ മറക്കാതിരിക്കാനും നാം പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. സാറേ, ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കീഴടി എക്സ്കവേഷൻ, അവിടെ ഇപ്പോൾ ഒരു ബ്രാഹ്മി ലിപിയുടെ തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ട്രഡീഷണലായിട്ട് പറഞ്ഞു വരുന്നത് ആദ്യത്തെ ബ്രാഹ്മി റൈറ്റിങ്സ് അശോകൻ്റെ, മൗര്യ ചക്രവർത്തി അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻ BC 3-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മി തമിഴ്നാട്ടിലേക്ക് വരികയും BC 3-2 നൂറ്റാണ്ടുകളിൽ തമിഴ് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു അറിവിനെ തിരുത്തി കുറിക്കുന്നതല്ലേ ഇപ്പോൾ ഈ BC 600-ൽ തമിഴ് ഈ കീഴടിയിൽ നിന്നുള്ള ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻ്റെ ഡിസ്കവറി. പിന്നെ രണ്ടാമത്തൊരു ചോദ്യം സാറ്, ഈ പട്ടണത്ത് ധാരാളം എക്സ്കവേഷൻസ് നടന്നു, അതിൻ്റെ റിപ്പോർട്ടുകൾ വെബ്സൈറ്റ് ഉണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക്, ചരിത്ര കുതുകികളായ സാധാരണക്കാർക്ക് ഈ പട്ടണ എക്സ്കവേഷൻ്റെ അറിവ് എത്രമാത്രമുണ്ട്? ഈ വലിയൊരു ഈ റോമൻ സാഹിത്യ കൃതികളിലും ഒക്കെ പറയുന്ന മുസിരീസ് ആണെന്നും തമിഴ് പാട്ടുകളിൽ പറയുന്ന മുച്ചുറി ആണെന്നും പറയുന്നു. ഈ മുസിരീസിനെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഴുതുന്നത് വിദേശികളാണ്. നമ്മൾക്ക് മുസിരീസ് വേണ്ടെന്നാണോ, അല്ലെങ്കിൽ അതുകൊണ്ടാണോ നമ്മൾ പട്ടണ എക്സ്കവേഷനെ ഇങ്ങനെ അവഗണിക്കുന്നത്? താങ്ക് യു വസിഷ്ഠ സാർ. ഈ PAD KK മുഹമ്മദ് സാർ ഇവിടെ സൂചിപ്പിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്കവേഷൻ സൈറ്റ് തന്നെയാണ്. 10 സീസണുകളിലായിട്ട് ധാരാളം തെളിവുകൾ പുറത്ത് വന്നു. അവിടെ ഇപ്പം ഒരു PADയിൽ ഒരു മ്യൂസിയം തന്നെ, സൈറ്റ് മ്യൂസിയം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ ധാരാളം ഫണ്ട് ഈ ഒരു എക്സ്കവേഷന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ തമിഴ് സാഹിത്യം, അതിന് മുമ്പുണ്ടായിരുന്ന ഈ അയണേജ് കൾച്ചർ എന്ന് പറയുന്ന ഈ 2 പീരീഡിനെയും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആദിമ ചരിത്രകാലം എന്ന് പറയുന്ന ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ അരിക്കമേട് പോലെ, കൊടുമണൽ പോലെയുള്ള ഒരുപാട് സൈറ്റുകൾ ദക്ഷിണേന്ത്യയിലുണ്ടെങ്കിലും അതിന് മുമ്പുള്ള, അതായത് ഒരു 300 BCക്ക് മുന്നേ ഉള്ള ഒരു സൈറ്റ് ഇവിടെ നിന്ന് തുടർച്ചയായി കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ എക്സ്കവേഷനിലൂടെ കണ്ടെത്തുക എന്നുള്ളത് സാധിച്ചിരുന്നില്ല. അത് സാധിച്ചു എന്നുള്ളതാണ് ഈ KAD എക്സ്കവേഷനിലൂടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. അതായത് അയണേജ് കൾച്ചർ പിന്നീട് വരുന്ന ചരിത്രകാലത്തിലേക്ക് നീളുന്ന ഒരു ഘട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഈ
അതുകൊണ്ടാണ് ഈ എഴുത്തും ഒക്കെ വളരെ പ്രധാനപ്പെട്ടാവുന്നത്. പലപ്പോഴും കണ്ടസ്റ്റഡ് ആണത്. പലരും അംഗീകരിക്കുകയും ചിലരൊക്കെ അംഗീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് സംബന്ധിച്ച് തന്നെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില വിവരങ്ങളനുസരിച്ച് കിട്ടിയിരിക്കുന്ന പോർട്ട്ഷേഡുകളാണ്. ആ പോർട്ട്ഷേഡുകളിലുള്ള എഴുത്തുകൾ സ്ട്രാറ്റിഗ്രാഫിക്കലി ആണ് ഈ 6-ാം നൂറ്റാണ്ട് BC വരെ ഒക്കെ പോകുന്ന പോർട്ട്ഷേഡുകൾ കിട്ടി എന്ന് പറയുന്നത്. അതിനു മുമ്പേ നമുക്കുള്ളത് തമിഴ് ബ്രാഹ്മി എന്ന് പറയുന്നത് കേവ് ലേബൽസിലാണ് ഉണ്ടായിരുന്നത്. ആ എഴുത്ത് കുറച്ചുകൂടെ പിൽക്കാലത്തതാണ്, 200 BC കാലം തൊട്ടുള്ളതാണ് സാധാരണഗതിയിൽ ഇവിടെയുള്ള കേവ് ലേബൽസ്. തമിഴ് ബ്രാഹ്മി എന്ന് പറയുന്നത് അത് അശോകൻ ലിഖിതത്തിന് ശേഷം വരുന്നതാണ്. അങ്ങനെയാണ് പൊതുവെ ദക്ഷിണേന്ത്യയിൽ ചരിത്രം നമ്മൾ പറയാറുള്ളത്. അതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ഈ കീഴടിയിൽ കണ്ടെത്തിയിട്ടുള്ള പോർട്ട്ഷേഡുകൾ എഴുതിയിട്ടുള്ള ഈ ഒരു തമിഴ് ബ്രാഹ്മി എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുമ്പ് തന്നെ, മൗര്യകാലത്തിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കണ്ടെത്തലായിട്ട് മാറുന്നു. മാത്രമല്ല ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ ഇത് പലതും അതിൻ്റെ ഒരു ആദ്യ തലങ്ങളിൽ നിൽക്കുകയാണ്, ഹൈപ്പോത്തറ്റിക്കലായിട്ട് നിൽക്കുകയാണ്. അവിടെ അവർ പറയുന്നുണ്ട് ഹാരപ്പൻ ലിഖിതങ്ങളിൽ കാണുന്നത് പോലെയുള്ള ചില മാർക്കുകൾ, പെട്രോഗ്ലിഫ്സ് ഈ പല പോട്ടറി ഷേഡുകളിൽ നിന്നും ഇവിടെ കണ്ടെത്താൻ കഴിയുന്നു എന്നാണ്. ആ താരതമ്യ പഠനം നടക്കുന്നുണ്ട്. അതായത് ഹരപ്പയുമായി എന്തോ തരത്തിലുള്ള ലിങ്കുകൾ ദ്രവീഡിയൻ ഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആശയമാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില എവിഡൻസുകളാണ് കീഴടിയിൽ നിന്ന് വരുന്നത് എന്നാണ് K. രാജനൊക്കെ പോലെയുള്ള ആളുകൾ പറയുന്നത്. ഇത് അംഗീകരിക്കാത്ത ആളുകളും ഉണ്ട്. പക്ഷേ ഹരപ്പയുമായി ബന്ധമുള്ള ദക്ഷിണേന്ത്യക്ക് എന്തോ ബന്ധമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള തെളിവുകളായിട്ട് വരുന്നു. അപ്പോൾ എഴുത്ത് വിദ്യ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ മൗര്യൻ കാലത്തിന് ശേഷമല്ല ഈ ദക്ഷിണേന്ത്യയിൽ എത്തിയത് എന്ന ഒരു വാദത്തെ സാധൂകരിക്കാനാണ് ഇത്തരം തെളിവുകളൊക്കെ ഗവേഷകർ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ ഈ കീഴടി ഗവേഷണത്തിൻ്റെ അല്ലെങ്കിൽ കീഴടി ഉത്ഖനനത്തിൻ്റെ വെളിച്ചത്തിൽ ശ്രമിക്കുന്നത്. പിന്നീട് പട്ടണത്തെക്കുറിച്ച് പറഞ്ഞത്, പട്ടണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു ശ്രദ്ധയിൽ അതുണ്ട്. കാരണം വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഉത്ഖനനം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ASIയുടെയൊക്കെ ഒരു വലിയ തോതിലുള്ള ഉത്ഖനനം ഒന്നും പട്ടണത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ മുഴുവൻ ജനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ കീഴടിയിലെ പോലെ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും എക്സ്കവേഷന് വേണ്ടി കിട്ടിയിട്ടില്ല. ഒരു 10 സെൻറ്റ് സ്ഥലം ആളുകളുടെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലൊക്കെയാണ് പല ഉത്ഖനനവും ചെയ്തത്. അങ്ങനെ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് അവിടെ ഉത്ഖനനം ചെയ്യാൻ സാധിച്ചത്. എന്നിട്ട് പോലും പുറത്തു വന്ന തെളിവുകൾ അമ്പരപ്പിക്കുന്നതാണ്. അത്രമാത്രം പ്രാധാന്യമുള്ളതുമാണ്. ഇൻഡോ മെഡിറ്ററേനിയൻ ട്രേഡിനെ കുറിച്ച്, കേരളത്തിന് അതിലുണ്ടായിരുന്ന പങ്കിനെക്കുറിച്ചൊക്കെ ഒട്ടനവധി സൂചനകൾ ലഭിക്കുന്നതാണ് ആ പട്ടണം എക്സ്കവേഷനിലൂടെ വന്ന തെളിവുകൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. പിന്നെ ചരിത്ര ഗവേഷണ രംഗത്ത് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടപെടലുകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും അധികാര കേന്ദ്രങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് പല നിലകളിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഉണ്ടാവും. പല പല ആശയധാരകൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. അതിനനുസരിച്ച് ഗവേഷണം, അതായത് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലാത്ത ആയി ചരിത്ര ഗവേഷണം, പുരാതത്വ ഗവേഷണം ഒക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാന പരിമിതി. ഞാൻ അതിൻ്റെ ഈ ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം. നമുക്കെല്ലാം അറിയുന്നതാണ്, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കാണുന്നതിനപ്പുറത്തേക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ആവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ NCERT പുസ്തകങ്ങളിൽ നിന്ന് എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നത്? ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന് റാഷണലൈസേഷൻ എന്നാണ് NCERT തന്നെ പറയുന്നത്. അതായത് കോവിഡിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠനഭാരം കൂടിയപ്പോൾ അത് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി റാഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് റാഷണലൈസിങ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ഭാഗങ്ങൾ ഒഴിവാക്കിയത്. ഇതിലാരും ഈ റാഷണലൈസിങ്ങിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ ആ റാഷണലൈസിങ്ങിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ഏതാണ് എന്ന് നോക്കുമ്പോഴാണ് അത് വിവാദമാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിയുടെ വധം എന്ന് പറയുന്നത് ഈ റാഷണലൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയ ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗം ഒഴിവാക്കിയിട്ടുള്ളത് നാസിസവും ഫാസിസവുമാണ്. അതിനെ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ
വളരെ ഇനോക്കസ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു അധ്യായം 30 പേജുകളുള്ള മുഗൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു അധ്യായം അങ്ങനെ തന്നെ 12ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു, പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഈ റാഷണലൈസിങ്ങിനെ റോമില താപ്പർ പറയുന്നത് റേഷനിങ് എന്നാണ്. ഇത് റാഷണലൈസിങ് അല്ല, മറിച്ച് റേഷനിങ് ആണ്. കട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അറിവ് കൊടുക്കുന്നതിനെ ഒന്ന് റേഷൻ ചെയ്ത് കുറച്ച് മാത്രമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് സത്യത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയാണ് ബാധിക്കുക. അല്ലാതെ ഇതുകൊണ്ട് ഈ പഠനഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു 300 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രത്തെ, ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ, മുഗൾ ചരിത്രത്തെ ഒഴിവാക്കുന്നത്, അതിൽ ആളുകൾ ആരോപിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിൽ ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് അങ്ങനെയില്ല എന്ന് പറയുന്ന ഒരു കാലം, തെളിവുകൾ അടക്കം മുഗൾ കാലത്തെക്കുറിച്ച് കിട്ടുമ്പോൾ അത് അത്ര സുഖകരമായ ഒന്നല്ല. അതുകൊണ്ട് മുഗൾ കാലം പഠിക്കേണ്ടതില്ല എന്ന രീതിയിലാണ് ഇതിനെ ഒഴിവാക്കുന്നത് എന്ന് ആരോപിക്കപ്പെടുന്നു. ഈ ഒരു ആരോപണം വസ്തുനിഷ്ഠമാവാം, അല്ലാതിരിക്കാം, പക്ഷെ ആ ആരോപണം അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളെയൊക്കെ കുഴിച്ചുമൂടാനുള്ള ശ്രമമാണ്. ഇപ്പോൾ അക്ബറിൻ്റെയൊക്കെ കാലത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് അത് എല്ലാ ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ രജപുത്രന്മാരെയൊക്കെ ഈ പറയുന്ന മുഗൾ പോളിറ്റിയിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് മുഗൾ കാലത്ത് നടക്കുന്നത്. അപ്പോൾ അത്തരം മുഗൾ കാലത്തെക്കുറിച്ചുള്ള ചരിത്രം നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായ ഒരു പ്ലൂറലായിട്ടുള്ള ഒരു സമൂഹത്തിന് ആവശ്യമായ ചില കാഴ്ചപ്പാടുകൾ അവരറിയാതെ പോകും എന്നുള്ളതാണ്. തമാശയായിട്ട് പറയുകയാണെങ്കിൽ ലവ് ജിഹാദിൻ്റെ ആദ്യ സൂചനകൾ നമുക്ക് ഈ മുഗൾ കാലത്ത് കാണാൻ പറ്റും. അപ്പോൾ പണ്ട് തന്നെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ടാണ് അത് കുട്ടികൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് ആളുകൾ തമാശയായിട്ട് പറയും. കാരണം രജപുത്ര സ്ത്രീകളെ മുസ്ലിം രാജാക്കന്മാർ ധാരാളം വിവാഹം കഴിക്കുന്നതായിട്ട് മുഗൾ കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വതന്ത്രമായ ഗവേഷണവും സ്വതന്ത്രമായ പഠനങ്ങളും, പ്രത്യേകിച്ച് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അത് സ്വാഭാവികമായിട്ട് ആശയഗതികൾ വ്യത്യസ്തമുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ അവരുടെ യുക്തി അനുസരിച്ച് വ്യാഖ്യാനിക്കാം. ചരിത്രം എന്ന് പറയുന്നത് കേവലം ഭൂതകാലം മാത്രമല്ല. ഭൂതകാലത്തെക്കുറിച്ച് ചരിത്രകാരൻ ഉണ്ടാക്കിയെടുക്കുന്ന, സമകാലിക ലോകത്ത് അവരുണ്ടാക്കിയെടുക്കുന്ന വ്യാഖ്യാനം കൂടിയാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വതന്ത്രമായി നടക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ അതിൽ നിയന്ത്രണങ്ങൾ അത് ചില ഗ്രൂപ്പുകൾ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ കൊണ്ടുവന്നാലും ഒക്കെ എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയം വിപുലമായി ചർച്ച ചെയ്യപ്പെടണം അല്ലെങ്കിൽ വിപുലമായി പഠിക്കപ്പെടണം എന്ന് കരുതുന്ന ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീ മുഹമ്മദ് സാർ, ഞാൻ പലപ്പോഴും ടി വിയിൽ കണ്ടിട്ടുണ്ട് സാറ് രാഷ്ട്രതലവന്മാരെ ഈ മുഗൾ സ്മാരകങ്ങൾ കാണിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ. അപ്പോൾ സാറ് മുഗൾ ചരിത്രം വെട്ടിമാറ്റിയതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭരണകൂടങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പുതിയ തലമുറ പഠിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന അവർക്കൊരു വികലമായ ചരിത്രബോധം ഉണ്ടാക്കുകയില്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ അതിനോട് പരിപൂർണമായും ശ്രീ ഹരിദാസി പറഞ്ഞതിനോട്, പ്രൊഫസർ ഹരിദാസി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്ന ആളാണ്. ചില ഭാഗങ്ങൾ നമ്മുടെ ചരിത്രത്തെ പുസ്തകങ്ങളിൽ നിന്ന് മാറ്റി. ഒന്ന്, മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2500 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇത്ര വലിയൊരു മനുഷ്യൻ മജ്ജയിലും മാംസയിലും ഈ ഭൂലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞത് ഐൻസ്റ്റീനാണ്. അദ്ദേഹം വേറെ രൂപത്തിലാണ് പറഞ്ഞത്. അത്ര വലിയൊരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ വധത്തെ ഒന്നെടുത്തു മാറ്റുക. അതേപോലെ അക്ബർ എന്ന് പറഞ്ഞാൽ മുഗൾ ഭരണകാലഘട്ടത്തിലെ ഇസ്ലാമിക് ഭരണകാലഘട്ടം ഏതാണ്ട് ഒരു 600-700 ഇയേഴ്സിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനാണ്. അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ദീനെ ഇലാഹി എന്നൊരു മതം ഉണ്ടാക്കിയ ആളാണ്. അതിനുവേണ്ടി ഒരു വേദി തന്നെ, ചർച്ചാ വേദി, ഇബാദത്ത് ഖാന അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അത് മണ്ണിൽ മൂടിക്കിടക്കുകയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തെടുക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അതേപോലെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ചാപ്പൽ, ക്രിസ്ത്യൻ ഫാദേഴ്സിന് വേണ്ടി, ഫാദർ റുഡോൾഫ് എക്കോബോവ, ഫാദർ മൊൺസററ്റ്, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. അതും ഉദ്ഘാടനം ചെയ്തെടുക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായിരുന്നത്. ഒരു 10 വർഷത്തോളം ഞാൻ ഫത്തേപൂർ സിക്രിയിൽ എക്സ്കവേറ്റ് ചെയ്തിരുന്നു.
അപ്പം അന്ന് എനിക്ക് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസുമായിട്ട് ഇർഫാൻ ഹബീബുമായിട്ട് എതിരിടേണ്ടി വന്നു. കാരണം അദ്ദേഹം ഇത് ഇബാദത്ത് ഖാനെ അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പിന്നെ അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടിയും വന്നു. അപ്പോൾ ഇത് മുഴുവൻ ഇതേപോലുള്ള വ്യക്തികളെ അവരുടെ സംഭാവനകൾ, അവർ രാഷ്ട്രത്തെ ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്, ഇത് മുഴുവനും കുഴിച്ചു മൂടാൻ ഇന്നത്തെ പ്രസൻറ്റ് ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ ഇതിന് എതിരെ നിൽക്കാൻ തയ്യാറാവണം. ഞാനൊക്കെ അതിന് വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ആളാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ തന്നെ ഇതിനെതിരാണ്. അതായത് താജ്മഹൽ വാസ് എ ഹിന്ദു പാലസ്, അതുപോലെ കുത്തബ് മിനാർ വാസ് എ ഹിന്ദു പാലസ്. ഞാൻ ഈ രണ്ട് സ്ഥലത്തും വർക്ക് ചെയ്ത ആളാണ്, വളരെ വർഷങ്ങളോളം വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ആർട്ടും ആർക്കിടെക്ചറും മുഴുവനും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ നഖശികാന്തം ഇതിനെ എതിർക്കുന്നതാണ്. അത് വെറും ഇത് പോയിന്റുകൾ വെച്ചുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഭാവനയുടെ വികാരത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകൾ ഇന്നത്തെ ഗവൺമെൻറ് ചില രംഗത്ത് ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടി അവർ തയ്യാറാവണം. അതേ അവസരത്തിൽ മറ്റുള്ള ചില കാര്യങ്ങളിൽ മുസ്ലിം സൈഡിൽ നിന്ന് ചില നീക്കുപോക്കുകൾ ആവശ്യമുണ്ടായിരുന്നതായിരുന്നു. ഒന്ന് ഞാൻ പറയാറുള്ളത്, എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ അയോധ്യയുടെ കാര്യത്തിൽ, അയോധ്യയുടെ എക്സ്കവേഷനിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ആ എക്സ്കവേഷനിൽ ഈ പള്ളിയുടെ കീഴെ അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ള കണ്ട ആളാണ്. അതേപോലെ അവിടുന്ന് ധാരാളം സാക്ഷ്യങ്ങൾ, നമുക്ക് അതിന് ഉപോത്ബലകമായിട്ടുള്ള സാക്ഷ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതല്ലാതെ ശരിയല്ല എന്നെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് കുറച്ച് ചരിത്രകാരന്മാർ, ഇർഫാൻ ഹബീബിനെ പോലുള്ള കുറേ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ നഖശികാന്തം എതിർത്ത ആളുകളിലാണ് ഒരാളാണ് ഞാൻ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചില കാര്യങ്ങളിലൊക്കെ നീക്കുപോക്ക് ചെയ്യുകയും ചെയ്യണം. അതേ അവസരത്തിൽ കാര്യങ്ങൾ അവതാളത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടാനും ആർക്കിയോളജിസ്റ്റുകളും ഹിസ്റ്റോറിയന്മാരും തയ്യാറാകണം. അതായിരിക്കണം നമ്മുടെ ശരിയായ നിലപാട്. എങ്ങനെയാണെങ്കിലും ഒരു എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും. ഒരു ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ആണ്, അവരെയും സപ്പോർട്ട് ചെയ്യാനുണ്ട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു ലിബറൽ ആയിക്കൊണ്ട് ഒരു ആൾ ചിന്തിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പാർട്ടിയും ഉണ്ടാവുകയില്ല. അക്ബറെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, ഹിന്ദുക്കൾ പറയുമായിരുന്നു അദ്ദേഹം മുസ്ലിമാണെന്ന്, മുസ്ലിങ്ങൾ പറയുമായിരുന്നു അദ്ദേഹം കാഫറാണെന്ന്. പക്ഷേ അതാണ് ഇന്ന് ഒരു ലിബറൽ ആയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരിഭ്രമവും സംഭ്രാന്തിയും അതാണ്. കാരണം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ അവർ തയ്യാറാവുകയും വേണം. നമുക്കിനി 10 മിനിറ്റ് ബാക്കിയുള്ളൂ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് പാനലിസ്റ്റുകളോട്. ചോദിക്കാം, ആദ്യം അവരൊന്നും ചോദിക്കും. ഞാൻ ആദ്യം ചോദിക്കും. ഹലോ, കെ മുഹമ്മദ് സാർ, അദ്ദേഹത്തിനോടാണ് ചോദ്യം. അങ്ങ് ചമ്പൽക്കാടുകളിലെ ധാരാളം ക്ഷേത്രങ്ങൾ അവിടെ എക്സ്കവേറ്റ് ചെയ്യുകയും അതിനെ പുനരുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇങ്ങനെ പുനരുദ്ധരിക്കാൻ തോന്നാൻ എന്താണ് കാരണം? മാത്രമല്ല, ആ എക്സിബിഷൻ കൊണ്ട് നമ്മുടെ ചരിത്രത്തിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചമ്പൽക്കാടുകളിൽ കൊള്ളക്കാരുമായി ഒരു 80ഓളം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളക്കാരൻ നിറഞ്ഞ സ്ഥലമാണ്. അവരും കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറാകുന്ന തരത്തിലുള്ള ചമ്പൽ കൊള്ളക്കാരാണ്. പക്ഷേ അവരെ മനപരിവർത്തനം വരുത്തി അവരുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഈ സ്ഥലങ്ങൾ മുഴുവനും പുനഃസംരക്ഷിക്കാനും പുനരുദ്ധരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അത് 80 ക്ഷേത്രങ്ങൾ കഴിഞ്ഞു. ഇത് മുഴുവനും കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു. അപ്പം BJP അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കി, BJP അധികാരത്തിൽ വന്നാൽ അവരെപ്പോഴും ഗൗരവശാലി ഇതിഹാസ് കി ബാത് കർത്തെ ഹേ, ഗ്ലോറിയസ് സിവിലൈസേഷൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്.
പക്ഷേ ഈ 10 വർഷങ്ങൾക്കിടയിൽ ഒരു ക്ഷേത്രം പോലും അവിടെ ഉയർന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ചില കാര്യങ്ങളിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അതായത് അയോധ്യയുടെ കാര്യത്തിൽ. പക്ഷേ ഇത് ഈ 10 വർഷത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊരു ദുഃഖ സത്യമാണ്. ഞാനിത് പലപ്പോഴും പല വേദികളും RSSകാരുടെയും BJPക്കാരുടെയും എല്ലാ വേദികളിലും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ അയോധ്യയിലായിരുന്നു, അതിനു മുമ്പ് ഗോരഖ്പൂർ ഉണ്ടായിരുന്നു. അവിടെയും വേദികളിൽ പരസ്യമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ പറയും, ഗൗരവശാലി ഇതിഹാസം എന്ന് പറയും, ഗ്ലോറിയസ് സിവിലൈസേഷൻ എന്ന് പറയും. പക്ഷേ വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദിസ് പീരീഡ് എന്ന് ചോദിച്ചാൽ കൾച്ചറിൻ്റെ ഭാഗത്ത് മാത്രമാണ്, ASIൻ്റെ ഭാഗത്ത് മാത്രമാണ്. അത് വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ആ 80 ക്ഷേത്രങ്ങൾ അത് കോൺഗ്രസ് പീരീഡിലാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇനിയും 120 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 1-2 വർക്ക് നടക്കുന്നുണ്ട്. അത് സുധാനാരായൺ മൂർത്തി ഇൻഫോസിസിൻ്റെ അവർ തന്ന ഫണ്ട് കൊണ്ടാണ്. ഈ നമ്മുടെ സോ കോൾഡ് BJP ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. സർ, ഒരു സംശയം. ഞങ്ങൾ ഈ ചരിത്രത്തെയും അതുപോലെ പുരാവസ്തു ഗവേഷണത്തെയൊക്കെ വളരെ ആരാധനയോടുകൂടി കാണുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ വർത്തമാനകാല ജീവിതത്തിൽ ഞങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ കുഴിച്ചെടുക്കുന്ന ചരിത്രവും പുരാവസ്തു ഗവേഷണവും ഒക്കെ തന്നെ വർത്തമാനകാല ജീവിത മനുഷ്യൻ്റെ ഉള്ളിൽ ഭീതി വിതയ്ക്കുകയാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന നമ്മൾ 1947 ആധുനിക ഇന്ത്യ ഉണ്ടാകുന്നത്, നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. നമ്മൾ ബാബർജി മസ്ജിദിനകത്ത് ക്ഷേത്രമുണ്ടെങ്കിലും ഇല്ലെങ്കിലും 47 നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഇവിടെയുള്ള ചരിത്ര നിർമ്മിതികൾ എങ്ങനെയാണോ അതുപോലെ നിലനിർത്തേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം, ഞാൻ മനസ്സിലാക്കുന്നത് ഋഗ്വേദം ശരിയാണോ തെറ്റാണോ എന്ന് പറയണം, BC 1600 തന്നെയാണ് ഏകദേശം രചിക്കപ്പെടുന്നത്. പക്ഷേ അത് രചിക്കപ്പെടുന്നത് അഫ്ഗാൻ, പഞ്ചാബ് പ്രവിശ്യകളിലാണ്, അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രവിശ്യകളിലാണ്. അതിനുശേഷമാണ് ആര്യന്മാർ ഗംഗാതടത്തിലേക്ക് വരുന്നതും നമ്മൾ പറയുന്ന ഈ വേദിക് പീരീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനൊന്നും ഇല്ല എന്നുള്ളതൊക്കെ സത്യം തന്നെ. പിന്നെ എങ്ങനെയാണ് സാർ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ BC 7000 ഭരദ്വാജ മുനി വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരുന്നു എന്നും റൂബാർക്കൻ രഹസ്യത്തെക്കുറിച്ചുമൊക്കെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ എന്തടിസ്ഥാനത്തിലാണ് ഓരോരുത്തർ വിളിച്ചു പറയുന്നത് എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള അടുത്ത കാലത്ത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്സിലും ശാസ്ത്ര കോൺഗ്രസ്സിലും അവതരിപ്പിക്കപ്പെടുന്ന പല വിഷയങ്ങളും അങ്ങേയറ്റത്തെ അബ്സേർഡായിട്ടുള്ള കാര്യങ്ങളാണ്. സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ആരോടാണ് ചോദ്യം? എന്നോടാണോ? അതെ, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളുമല്ല, ഇതിനെതിരായി തുറന്നു സംസാരിക്കുന്ന ആളുമാണ്. കാരണം ഞാൻ എൻ്റെ അയോധ്യയിൽ എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ധാരാളം ആളുകളുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രൈം മിനിസ്റ്റർ, അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നു. ഇതിനൊക്കെ ഗണേഷ് സർജറിയെക്കുറിച്ച് സയൻസ് കോൺഗ്രസ്സിൽ ഇതിനെ അംഗീകരിക്കുന്ന ആളുകളല്ല ആർക്കിയോളജിസ്റ്റുകൾ. അതേപോലെ തന്നെ 7000 BC ആയിരുന്നു ഇത് എഴുതിയിരുന്നെന്ന് പറഞ്ഞാൽ ഭരദ്വാജൻ്റെ പുസ്തകം എഴുതിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകളല്ല. ചരിത്രത്തിന്, എല്ലാ ചരിത്രത്തിനും 5 പ്രധാനപ്പെട്ട സംസ്കാരങ്ങളുണ്ട്. ഒന്ന് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഈ സംസ്കാരങ്ങൾക്ക് മുഴുവനും ഓരോ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സംസ്കാരം വളരെ ഉയർന്നതായിരുന്നു. അത് 7000 BC വർഷം മുമ്പ് ഇത്ര വലിയ 9000 വർഷം മുമ്പ് ഇത്ര വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കുകയില്ല. ആരും ഇന്ന് അത് ഹിസ്റ്ററി കോൺഗ്രസ്സിലാണെങ്കിലും സയൻസ് കോൺഗ്രസ്സിലാണെങ്കിലും ആർക്കിയോളജിക്കൽ കോൺഗ്രസ്സിലാണെങ്കിലും ഇതൊന്നും തന്നെ താങ്കൾ ഭയപ്പെടുന്ന പോലെ ആരും വിശ്വസിക്കാറില്ല. അവരുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരൊന്നും വിശ്വസിക്കാറില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഓപ്പണായിട്ട് സംസാരിച്ച ആളാണ്.
അതിലൊന്നും ആരും വിശ്വസിക്കുകയുമില്ല, കാരണം വിശ്വസിക്കാൻ പോകുന്നുമില്ല. കാരണം അത് മനുഷ്യ പുരോഗതിയുടെ ഇതേവരെ നാം പഠിച്ചിരുന്ന കാര്യങ്ങൾക്ക് എതിരാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് പുഷ്പവിമാനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അവർ ഇതിനു വേണ്ടിയിരുന്ന ഡീസലും ഓയിലും എവിടെ നിന്നായിരുന്നു വാങ്ങിയിരുന്നത്? അതല്ലാതെ ഇവർ തന്നെ നമുക്ക് അന്ന് സർജറി അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താങ്കൾ അതിന് വേവലാതിപ്പെടേണ്ട. ചരിത്രം ചരിത്രത്തിൻ്റെതായ, സയൻസിൻ്റെതായ ഭാഗത്തുകൂടി പോയിക്കൊണ്ടിരിക്കും. ചിലർ അധികാരത്തിൽ വരുമ്പോൾ ചില ഉത്ഥാന പതനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സാധാരണയാണ്, വേവലാതിപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. മിസ്റ്റർ ഹരിദാസിനോടാണ്. ലവ് ജിഹാദ് മുഗൾ ടൈമിൽ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഇൻഫർമേഷൻ, അക്ബർ മാരി ചെയ്ത ജോധാബായ്, അതായത് ജയ്പൂർ രാജാവിൻ്റെ സഹോദരിയാണ് ജോധാബായ്. അക്ബർ ജോധാബായെ കൺവേർട്ട് ചെയ്തിട്ടില്ല ഇസ്ലാമിലോട്ട്. ജോധാബായിക്ക് വേണ്ടി പ്രത്യേക ക്ഷേത്രം ഉണ്ടാക്കി അവിടെ അനുവദിച്ചു ഹിന്ദു ആചാരപ്രകാരം ജീവിക്കാനായിട്ട്. അല്ല, അതൊരു തമാശക്ക് പറഞ്ഞ വളരെ തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ. അതൊരു സീരിയസ് ആയ ഒരു കമൻ്റ് അല്ല. ആളുകൾ അങ്ങനെയും പറയുന്നുള്ള ഒരു തമാശക്ക് പറഞ്ഞാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, അതായത് ഒരു വളരെ പ്ലൂറലായ ഒരു സമൂഹമായിരുന്നു. അതായത് ഇസ്ലാം സ്വീകരിക്കണമെന്ന് അക്ബറിന് നിർബന്ധം ഉണ്ടായിരുന്നില്ല എന്നതുപോലെ രജപുത്ര വനിതകൾക്ക് മുസ്ലിങ്ങളെ വിവാഹം കഴിക്കുന്നതിലും തടസ്സം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ സ്വതന്ത്രമായ രീതിയിൽ അത് അവിടെ നടന്നിരുന്നു. ഒരു ബഹുസ്വര സമൂഹത്തിൽ അത് നടന്നിരുന്നു എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അവരെ കൺവേർട്ട് ചെയ്തിട്ടുമില്ല. 1562 ആ മാരേജ് നടക്കുന്നത്. അപ്പോൾ അവരെ കൺവേർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് വേണ്ടിയുള്ള തുളസിത്തറ ഇപ്പോഴും ഉണ്ട്, പലപ്പോഴും സംരക്ഷിക്കപ്പെടാറുണ്ട്. ആ ശരിക്കും ജോധാബായി മഹൽ കണ്ടാൽ തന്നെ അത് ശരിക്കും ഒരു ഹിന്ദു ബിൽഡിംഗ് പോലെയാണ് നമുക്ക് കാണുകയും ചെയ്യുക. അക്ബർ അതിന് മാത്രം ഈ കാര്യങ്ങൾ മുഴുവനും വളരെ ഉയർന്ന മനോഭാവം സൂക്ഷിക്കുന്ന ആളായിരുന്നു. നമുക്ക് അനുവദിച്ച ഈ സെഷൻ്റെ സമയം കഴിയാൻ പോകുന്നു. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ചരിത്രത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ്. 2 പാനലിസ്റ്റുകളും വിവിധ രീതികളിൽ ചരിത്രം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ തെളിവുകൾ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ചരിത്രം തിരുത്തി കുറിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചു. ചരിത്രത്തിൽ ഭരണകൂടങ്ങൾ ഇടപെടുകയും പുതിയ തലമുറ എന്ത് ചരിത്രം പഠിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നിടത്ത് പലപ്പോഴും ചരിത്രത്തിൻ്റെ ഒരു മൗലികത തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചരിത്രം എന്നത് ആർജവമുള്ള, ആത്മബോധമുള്ള, സ്വത്വബോധമുള്ള ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമാണ്, പ്രചോദനമാണ്. ചരിത്രം ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്ന വിജ്ഞാന ശാഖയുമാണ്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് നമ്മളെപ്പോഴും എല്ലാ സമയത്തും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. ചരിത്ര രചനയിൽ, പുരാവസ്തു ഗവേഷണത്തിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ ഇല്ലാതാവും എന്നുള്ളതൊരു ഉട്ടോപ്യൻ സ്വപ്നമായിട്ട് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മളുടെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് ശ്രീ കെ മുഹമ്മദ് സാറിനും ശ്രീ ഹരിദാസ് സാറിനും ഞാൻ എൻ്റെ ഓർത്തഡോക്സ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത, ഗൗരവമായ ചോദ്യങ്ങൾ ഉന്നയിച്ച എല്ലാ ചോദ്യകർത്താക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.